आईफोन जीतने के लिए तैयार हो जाओ। सोनिक देखो आईफोन जीतो कॉन्टेस्ट सोमवार से शुक्रवार सुबह 10 बजे से 12 बजे तक सोनिक पर। Watch full episodes on Jio Hotstar. അല്ല ഇതേതാ സ്ഥലം? മോട്ടു എഴുന്നേക്ക് എഴുന്നേക്ക്, ഇത് നോക്ക്. എന്താ പത്തലു, ഇതുവരെ കോഴി കൂവിയിട്ട് പോലും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നീ എന്തിനാ എന്നെ എഴുന്നേപ്പിച്ചത്? കുറച്ചു നേരം കൂടെ ഞാനൊന്ന് കിടന്നോട്ടെ, അപ്പോഴത്തേക്കും നീ ഒരു ചായ ഉണ്ടാക്കും. എന്റെ മോട്ടു, കോഴി കൂവുന്നത് കേട്ട് ഉണരാൻ നീ ഫുർഫുറി നഗറിലൊന്നല്ല ഉറങ്ങുന്നത്, ഒക്ടോപ്പസ് വേൾഡിലാ. എന്തായി കാണുന്നത്? ഹലോ, നിങ്ങൾക്കത് അറിയോ? എന്താണത്? ഒന്ന് പറയൂ. നിങ്ങൾക്ക് അറിയില്ലേ? ഇതിന്റെ ശബ്ദം കേട്ടാണ് കാലത്ത് എല്ലാരും ഇവിടെ സമുദ്രത്തിൽ എണീക്കണത്. നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. പത്തലു, നീ കേട്ടിട്ടുണ്ടോ? ഇതാണ് കടൽ കോഴി. ഇവിടെ എല്ലാം ഉണ്ട് പത്തലു. ഇത്രയും വലിയ തിമിംഗലങ്ങളോ? ഇത് ഒരേ ഡയറക്ഷനിൽ എവിടേക്കാ പോകുന്നത്? ഇപ്പോഴാണ് ഞാൻ ഒരു തിമിംഗലത്തിന്റെ വായിൽ സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ടത്. വേഗം വരൂ, നമുക്കതിനെ ഫോളോ ചെയ്യാം. പത്തലു, ഈ തിമിംഗലത്തിന് അറിയില്ലല്ലേ നമ്മൾ ഇതിന്റെ പുറകിൽ പോകുന്ന കാര്യം. മമ്മി, തിമിംഗലത്തിന് അറിയില്ലായിരുന്നു നമ്മളവരെ ഫോളോ ചെയ്യണ്ടെന്ന്. നമുക്കും അറിയില്ല തിമിംഗലം നമ്മളെ ഫോളോ ചെയ്യണ്ടെന്ന്. നമ്മളിപ്പോ ശരിക്കും കുടുങ്ങി. നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എന്റെ അമ്മോ, നമ്മൾ എത്ര നാളിങ്ങനെ ആകാശത്ത് നിന്ന് വീഴേണ്ടി വരും? എത്ര നാളിങ്ങനെ ആഹാരം കഴിക്കാതിരിക്കേണ്ടി വരും? സാറേ, വീണ്ടും ഈന്തപ്പഴോ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിന്റെ കാര്യം പറയാതെ എനിക്ക് വിശക്കുന്നു. നിങ്ങൾ വന്നോ? നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടോ, എനിക്ക് എന്റെ ഫാമിലിയെ തിരിച്ചു കിട്ടി. സൂപ്പർ! നിനക്ക് നിന്റെ ഫാമിലിയെ തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ കുടുംബത്തിലുള്ളവരെ മുഴുവനും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ? സ്വർണ്ണ മത്സ്യമേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അതേ സ്വർണ്ണ മത്സ്യമേ, നിന്നെ മാത്രമല്ല നിന്റെ പരിവാരങ്ങളെയും ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. വരൂ മഹാറാണി, നിങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നം ഇന്ന് പൂർത്തിയാവാൻ പോവുകയാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് ഇതാ ഒടുക്കമായിരിക്കുന്നു. ഇനി നിങ്ങൾ സ്വർണ്ണ നിറത്തിലാകാൻ തയ്യാറായിക്കൊള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം വേഗം തന്നെ ചെയ്യൂ. ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ എന്റെ ഈ പരീക്ഷണത്തിന്റെ ബലമറിയാൻ സാധിക്കും. ഇപ്പൊ എന്റെ ശരീരം പളപളാന്ന് തങ്കം പോലെ മിന്നുന്നു. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം സയന്റിസ്റ്റ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. വളരെ നന്ദിയുണ്ട് മഹാറാണി.
രക്ഷിക്കൂ. ഞങ്ങളുടെ നിറമാണ് ഞങ്ങളുടെ അടയാളം. ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിർത്താൻ. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവരെയെല്ലാം വേഗം പുറത്തേക്കെടുത്ത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. വരാൻ പാടില്ലാത്ത സ്ഥലത്താണ് വന്നത്. എന്റെ കഴിവും എന്റെ കണ്ടുപിടുത്തവും കണ്ടിട്ട് പോയിക്കോ. ഇന്നു മുതൽ ഈ 7 കടലുകളിലും ഞാൻ മാത്രമായിരിക്കും ഗോൾഡൻ ഒക്ടോപ്പസ് ആയിട്ടുണ്ടായിരിക്കുന്നത്. ഇതുവരെയും ആരും ഇതുപോലെ ഉണ്ടായിട്ടില്ല, ഇനി മുതൽ ഉണ്ടാകാനും പോകുന്നില്ല. എന്റെ പ്രിയ റാണി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഈ ഒരാള് കാരണം എത്ര പാവപ്പെട്ട ഗോൾഡ് ഫിഷസിന്റെ നിറമാണ് ഞാൻ പോയിരിക്കുന്നത്. ചെയ്തതിൽ എന്താണ് തെറ്റ്? പറയൂ, എന്താണ് തെറ്റ്? അവർ എപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവരെ കുറിച്ച് ചിന്തിക്കണം? എന്താ, നിങ്ങളത് മറന്നുപോയോ മഹാരാജ? എന്നാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ ഗോൾഡ് ഫിഷുകൾ എല്ലാവരും ചേർന്ന് എന്റെ ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതെങ്ങനെയാണ് എനിക്ക് മറക്കാൻ സാധിക്കുക? നിങ്ങളുടെ മോന് സ്വർണ്ണ മത്സ്യം എടുത്തോണ്ട് പോയെന്നോ? അതെ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളയ മോൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഗോൾഡ് ഫിഷിന്റെ കൂട്ടം അവനെ തട്ടിക്കൊണ്ടുപോയത്. സ്വർണ്ണ മത്സ്യത്തിന്റെ കൂട്ടം തട്ടിക്കൊണ്ട് പോയെന്നോ? ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ റാണി മേഡത്തിനോട് പറയും, ഗോൾഡ് ഫിഷസിന്റെ ഒരു കൂട്ടം വന്നായിരുന്നു, എന്നിട്ട് നിങ്ങളെല്ലാവരെയും ഇങ്ങനെ എടുത്തോണ്ട് അങ്ങോട്ട് പോയെന്ന്. കഥ അവിടെ തന്നെ തീരുന്നു. ഇപ്പൊ ഓർമ്മ വന്നു റാണി മേഡം, ഇതിനു മുമ്പ് സേനാപതി നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നോ? അതെ, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? റാണി മേഡം, നിങ്ങൾ എന്തായാലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് സേനാപതി ഞങ്ങളോടും പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറയാണ്. നിങ്ങളുടെ മകൻ കാണാതെ പോയതിന് കാരണം അവർ തന്നെയാണ്. പാപം ചെയ്തത് വേറെ ആളാണെങ്കിലും ശിക്ഷ കിട്ടിയത് ഇവർക്കാണ്. അവരെ എനിക്ക് വളരെയധികം വിശ്വാസമാണ്. നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് നുണ പറയാൻ ശ്രമിക്കണ്ട. ഇവരെ എല്ലാരെയും തുറങ്ങിലടക്കൂ. നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വലിയവർ സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇവിടുന്ന് പോ. ഇതെന്താ നിന്റെ കഴുത്തില് ഈ അടയാളം? ഇതെങ്ങനെ വന്നു? ഇത് ചെറുപ്പം മുതൽ എന്റെ ശരീരത്തിലുള്ളതാ. ഇത് എന്റെ കുടുംബത്തിന്റെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ നീയാണ് എന്റെ ഇളയ കുട്ടി ഒക്ടോ. അതെ, നീയാണ് എന്റെ ഇളയ മകൻ. മഹാറാണിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എന്റെ പരീക്ഷണം തീരാൻ ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. വന്നിരിക്കൂ, ഞാൻ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. 4 ദിവസം പകല് പോലുള്ള വെളിച്ചം പിന്നീട് ഇരുട്ടും. എന്റെ ഗോൾഡൻ കളർ എന്താണ് ചെയ്യുന്നത്? ഇല്ല ഇല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട മഹാറാണി, ഈ കാര്യം നിങ്ങളെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയേക്കാം. നിങ്ങൾ ഗോൾഡൻ ഒക്ടോപ്പസ് ആകണമെന്നുള്ളത് എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ നിങ്ങൾ വെറും ബലിയാട് മാത്രമാണ്, എന്റെ പരീക്ഷണത്തിനുള്ള ബലിയാട്. നിങ്ങളെ സ്വർണ്ണ നിറത്തിലാക്കാമെന്നൊക്കെ പറഞ്ഞ് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സാധിച്ചെടുക്കുകയായിരുന്നു. ഇനി ഞാനാണ് മാറാൻ പോകുന്നത്. ഈ സമുദ്രത്തിലെ സ്വർണ്ണ നിറത്തിലുള്ള ഒക്ടോപ്പസ് ഞാനാണ്. ഇവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്ക്. നീ ഒരു വിശ്വാസവഞ്ചകനാണ്. എന്നെ ദ്രോഹിയെന്നോ വിശ്വാസവഞ്ചകനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. പോകൂ, അവരുടെ കൈകൾ കൂട്ടിക്കെട്ടു. വേണ്ട. 4 ദിവസം പകൽ പോലുള്ള വെളിച്ചം പിന്നീട് രാത്രിയാകും. സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ, അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത്രയും പേരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നീ കേറി കളിക്കാൻ പാടില്ല. അറ്റാക്ക്! അവരെ പിടിക്കുക. എന്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് പാഴായി പോകുന്നത്. ആ ഗോൾഡ് ഫിഷുകളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കൂട്ടുകാരെ, മോട്ടുവും പത്ലുവും നമ്മൾക്കെല്ലാം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു.
ഇപ്പോൾ അവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ അവരെ രക്ഷിക്കണം. വരൂ, നമുക്ക് പോയി സഹായിക്കാം. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം. ഈ കടലിന്റെ മഹാരാജാവ് ഞാനായി മാറണം. അവരെ പിടിക്കുക. നിങ്ങളോടെല്ലാവരോടും ഈ കാര്യം പറയുമ്പോൾ എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, ദുഃഖമാണ് തോന്നുന്നത്. നമ്മുടെ രാജാവിന്റെ നില അതീവ ഗുരുതരമാണ്. അദ്ദേഹത്തിന് ഒരുപാട് നാൾ ജീവനോടെ ഇരിക്കാൻ സാധിക്കുകയില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികം ഞാൻ ചെയ്തു കഴിഞ്ഞു. മഹാറാണിയെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഈ കടൽ രാജാവിന്റെ ഉത്തരവാദിത്തം ഞാൻ കിരീടമണിഞ്ഞ് ഏറ്റെടുക്കുകയാണ്. ക്ഷമിക്കണം, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എടോ സയന്റിസ്റ്റ്, നിനക്കിന്നൊരു ബാഡ് ന്യൂസ് ഉണ്ടോ? നിനക്കിന്ന് ആ കിരീടം ഒരിക്കലും കിട്ടില്ല. എന്നെ തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നോക്ക് സയന്റിസ്റ്റ്, ഞങ്ങൾ 5 പേര് മാത്രമല്ല, ഞങ്ങളുടെ പട പിന്നിലുണ്ട്. നേരെ നോക്ക്. ഇതാണോ നിങ്ങളുടെ പടയാളികൾ? ഇത്രയും വർഷങ്ങളായിട്ട് അവരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണോ എന്നെ ചെറുത്ത് നിൽക്കാൻ വരുന്നത്? സയന്റിസ്റ്റ് ചേട്ടാ, ഇന്ന് നിങ്ങളുടെ എല്ലാ ഭരണവും ഈ സ്വർണ്ണ മത്സ്യങ്ങൾ തല്ലി തകർക്കാൻ പോവുകയാണ്. ആക്രമിക്കൂ! പേടിക്കേണ്ട സ്വർണ്ണ മത്സ്യമേ, ഒറ്റയ്ക്കുള്ള സയന്റിസ്റ്റിനെ എന്തിനു പേടിക്കണം? മോട്ടു അവരൊറ്റയ്ക്കല്ല. അങ്ങനെ ആരാ അവന്റെ കൂടെ ഉള്ളത്? നീ എങ്ങനെയാ ഇവിടെ? ഇത് ഞാൻ വളർത്തുന്ന എന്റെ സ്വന്തം ഒക്ടോപസാ. ഇതിന് എന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഞാൻ വളർത്തിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തു പറഞ്ഞാലും ഇവൻ അനുസരിക്കും. നിന്റെ ലഞ്ച് റെഡിയായി കഴിഞ്ഞു, പോയി കഴിക്ക്. അല്ല, എന്തോന്ന് ലഞ്ച്? എങ്ങനത്തെ ലഞ്ച്? പെർമിഷൻ നോട്ട് ഗ്രാൻഡഡ്. ഒക്ടോസറസ്, നീ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ നോക്ക്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങളായിട്ട് തന്നെ തീർത്തോളാം. ഞാനിതൊരു മിണ്ടാപ്രാണികളെ തല്ലിയിട്ടില്ലടാ. പക്ഷെ നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു, എഴുന്നേൽക്ക്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോട്ടു? ഇത് കേക്കൂ തിമിംഗലങ്ങളെ, ഇത് കേക്കൂ. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. സയന്റിസ്റ്റ് ഞങ്ങളോടും വലിയ അനീതിയാണ് ചെയ്തത്. അതായത് കുറച്ച് സമോസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് സഹായിക്കേ. അതിനിപ്പോ ഞാൻ സമോസ എവിടുന്നാണ് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളുടെ കൂടെ ചിങ്കം സാറ് വരുമെന്നേ. ചിങ്കം സാറ് പറഞ്ഞുതരല്ല. ചിങ്കം സാറേ, വേഗം പോയി സമൂസ കൊണ്ടുവരൂ. എന്റെ അമ്മോ! ചായക്കട ചേട്ടാ, സമോസയ്ക്ക് നന്ദി. യെസ്,
സമോസ. നിനക്കിന്ന് ഇതിനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. മോട്ടു അകത്തേക്ക് വേണ്ട. ചെല്ല്, ചെന്നവനെ കീഴടക്ക. എന്നെ എന്തായി ചെയ്യണേ? പറഞ്ഞ കേക്കണില്ലേ? ഇതിന്റെ ഭവിഷ്യത്ത് നീ തീർച്ചയായിട്ടും അനുഭവിക്കും. വിടാനാ പറഞ്ഞ. ആരെങ്കിലും ഉണ്ടോ? അല്ല, അടിക്കരുത് അടിക്കരുത് അടിക്കരുത്. അങ്ങനെ ഒക്ടോ ജാക്സൺ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ എത്തിക്കഴിഞ്ഞു. വരൂ വരൂ. ഇന്ന പിടിച്ചോ. ഏയ്, ഈ ചിങ്കത്തിനെയാണോ നിങ്ങൾ പിടിക്കാൻ നോക്കുന്നത്? നിങ്ങളൊക്കെ ഞാൻ വെള്ളം കുടിപ്പിക്കും. എന്നാ പിടിച്ചോ. പുട്ട്, കടല, പപ്പടം, പഴംപൊരി. ചിങ്കം സാറേ, നമ്മൾ ഇവരെ ഒന്നും ചെയ്യാതെ തന്നെ ഒരു വഴിയാക്കി നോക്ക്. അതെ അതെ, നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഇവരൊരു ഗോളമാക്കി മാറ്റിയിരിക്കുന്നു. എനിക്ക് വേണ്ടി നല്ലോണം കറങ്ങട്ടെ. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട്? വേഗം പറ പറ പറ. എന്ത്, എന്റെ ഈ ഒക്ടോബസിനെ അവൻ കീഴടക്കിയോ? ഇനി ഞാൻ വേണം എന്തെങ്കിലും ചെയ്യാൻ. അങ്ങനെയാണോ? എന്നാൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോണെന്ന് നീ ഒന്ന് നോക്ക്. ഓ, എന്താ ഇത്? എന്ത് പണ്ടാരോ ഇത്? ഓ, വേണ്ട. കാണിച്ചു തരാം. കളിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ നിനക്ക് കാണിച്ചു തരാം. ചെല്ലേ. സയന്റിസ്റ്റ് ചേട്ടാ, നിങ്ങളുടെ ഓക്ടോസറസ് നിലം പതിച്ചിരിക്കുന്നു. ഇനി വന്നോളൂ, ഞാനും നീയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് നോക്കാം. ഇനി ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? എന്റെ സ്വപ്നം മുഴുവനും നീ നശിപ്പിച്ചില്ലേ? ഗോൾഡ് വിഷനെ മോചിപ്പിക്കുകയും ചെയ്തു, ഏറ്റവും വലിയ ഒക്ടോപസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി എനിക്ക് വയ്യ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വെളിച്ചമേ ഉള്ളൂ. പക്ഷെ നിന്റെയോ ജീവിതം മുഴുവനും ഇരുട്ട് മാത്രമായിരിക്കും. ഇല്ല. മോട്ടു പത്ലു, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വളരെ അത്യാഗ്രഹിയായിരുന്നു. എന്നാൽ നിങ്ങൾ കാരണമാണ് എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയത്. പിന്നെ സ്വർണ്ണമീനുകളെ, നിങ്ങളോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി. എല്ലാവരും എന്നോട് ക്ഷമിക്കൂ. മോട്ടു പത്ലു, നിങ്ങൾ ചെയ്ത സഹായത്തിന് എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. പിരിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങളാണ് ഒത്തിണക്കിയത്. താങ്ക് യു മോട്ടു പത്ലു. മോട്ടു പത്ലു, ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരണേ. ഉറപ്പായിട്ട് വരും ഓക്ടോ, തീർച്ചയായിട്ടും വരും. പക്ഷേ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് ഡാൻസ് കളിച്ചാലെന്താ?
Watch India's largest kids library only on Jio Hotstar. Download the app now.